അധ്യായം 84 അൽ ഇൻഷിഖാഖ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 25. ഒന്നാം സൂക്തത്തിലെ പൊട്ടിപ്പിളർന്നു എന്നർത്ഥം വരുന്ന ഇൻഷഖത്ത് എന്ന പദത്തിൽ നിന്നാണ് അധ്യായത്തിന് ഈ പേര് വന്നത്. പ്രവാചകന്റെ മക്കാജീവിതത്തിന്റെ ആദ്യകാലത്ത് അവതരിച്ചു. ഏതൊരാൾക്കും ദൈവവിശ്വാസത്തെക്കാൾ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രയാസം മരണാനന്തര ജീവിതമാണ്. അതിനാൽ മക്കയിൽ അവതീർണമായ മറ്റ് അധ്യായങ്ങൾ പോലെ ഇതും ഊന്നൽ നൽകുന്നത് അന്ത്യനാളും പരലോകവുമാണ്. വിധിദിനത്തിലെ വിചാരണയെയും ദുഷ്കർമ്മികളുടെയും സുകർമ്മികളുടെയും വരാനിരിക്കുന്ന അവസ്ഥകളെയും വിശദീകരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, അത് തന്റെ നാഥന് കീഴ്പ്പെടുമ്പോൾ അത് അങ്ങനെ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. ഭൂമി പരത്തപ്പെടുമ്പോൾ അതിനകത്തുള്ളതിനെ പുറത്തേക്ക് തള്ളുകയും അത് ശൂന്യമായി തീരുകയും അത് അതിന്റെ നാഥന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ അത് കടപ്പെട്ടിരിക്കുന്നുവല്ലോ. അല്ലയോ മനുഷ്യ, നീ നിന്റെ നാഥനിലേക്ക് കടുത്ത ക്ലേശത്തോടെ ചെന്നെത്തുന്നവനാണ്, അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനും. എന്നാൽ തന്റെ കർമ്മപുസ്തകം വലതു കൈയിൽ നൽകപ്പെടുന്നവനോ, അവന് നിസ്സാരമായ വിചാരണയെ ഉണ്ടാവുകയുള്ളൂ. അവൻ തന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് സന്തോഷത്തോടെ മടങ്ങിച്ചെല്ലും. എന്നാൽ കർമ്മപുസ്തകം തന്റെ പിൻഭാഗത്തൂടെ നൽകപ്പെടുന്നവനോ, അവൻ നാശമേ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കും. ആളിക്കത്തുന്ന നരകത്തീയിൽ കത്തിയെരിയും. തീർച്ചയായും അവൻ തന്റെ കുടുംബക്കാർക്കിടയിൽ ആഹ്ലാദത്തോടെ കഴിയുന്നവനായിരുന്നു. താൻ മടങ്ങി വരില്ലെന്നാണ് അവൻ കരുതിയത്. എന്നാൽ ഉറപ്പായും അവന്റെ നാഥൻ അവനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനായിരുന്നു. ഞാനിതാ സത്യം ചെയ്യുന്നു, സൂര്യാസ്തമയ സമയത്തെ ശോഭ കൊണ്ട്, രാത്രിയും അതുൾക്കൊള്ളുന്നതുകൊണ്ടും, ചന്ദ്രൻ സാക്ഷി, അത് പൂർണ്ണത പ്രാപിക്കുമ്പോൾ. നിശ്ചയമായും നിങ്ങൾ പടിപടിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടും അവർക്കെന്തു പറ്റി? അവർ വിശ്വസിക്കുന്നില്ലല്ലോ. ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്നുമില്ല. എന്നല്ല, സത്യനിഷേധികൾ അതിനെ കളവാക്കി തള്ളുകയാണ്. അവർ മനസ്സിൽ സൂക്ഷിക്കുന്നവയൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അതിനാൽ നീ അവർക്ക് വേദനയേറിയ ശിക്ഷയെ സംബന്ധിച്ച് വിവരമറിയിക്കുക. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്ക് അറുതിയില്ലാത്ത പ്രതിഫലമുണ്ട്.